മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു കുപ്പിക്ക് ചിലവാകും 1000 രൂപയ്ക്ക് അടുത്ത് ചിലവാകും. നമ്മൾ ഒരു ദിവസം ഈ പറയുന്ന ഒരു ഫ്രൈഡ് ചിക്കനോ അല്ലെങ്കിൽ ഒരു കുപ്പിക്കോ ചിലവാക്കുന്ന പൈസ രാവിലെ കുളിച്ച് ഈ പറയുന്ന ആയുർവേദ മെഡിസിൻസ് ആണെങ്കിൽ അത് കുറച്ച് കഴിച്ചിട്ട് ഈ പറയുന്ന ഈ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ദിവസം തുടങ്ങും. ഈ പറഞ്ഞ ജീവിതത്തിലെ ഈ ചിട്ടയില്ലാതെ കുത്തഴിഞ്ഞ് ജീവിതം നയിക്കുന്ന ആർക്കും ഇത് ഉപകരിക്കും. നല്ല ആഹാരം കഴിക്കുന്നതിൻ്റെ എക്സ്പ്രഷൻ അഭിരാമിയുടെ മുഖത്ത്. അഭിരാമിയുടെ ഫേവറേറ്റ് ഫുഡ് എന്തൊക്കെയാണെന്നറിയോ? എന്തൊക്കെ? ദം ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബട്ടർ ചിക്കൻ, ചില്ലി ചിക്കൻ, അങ്ങനെ കുറേ ജങ്ക് ഫുഡ്സ് ഉണ്ട്. ഐസ്ക്രീം, ലേസ്, കുറുകുറെ, ഇതൊക്കെയാണ് അഭിരാമിയുടെ ഫേവറേറ്റ് ഫുഡ്. ഒരു വർഷം അഭിരാമി എന്ത് ആവശ്യപ്പെട്ടാലും നമ്മൾ വാങ്ങിക്കൊടുക്കുക. അഭിരാമി നമ്മളെപ്പോഴും കുട്ടികളുടെ കാര്യത്തിലും വലിയവരുടെ കാര്യത്തിലായാലും നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തടസ്സം നിൽക്കാറില്ല, അവർക്ക് ഇഷ്ടമുള്ള കഴിക്കട്ടെ. പക്ഷേ ഒറ്റ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, വർഷത്തിൽ ഒരിക്കൽ ഒരു മാസം ഞാൻ പറയുന്ന ഫുഡ് കഴിക്കണം. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാസം കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ നമ്മുടെ ഇവിടുത്തെ വീട്ടിലെ ഭക്ഷണശീലത്തിൽ നമ്മൾ മധുരം ഉപയോഗിക്കത്തില്ല, കാപ്പി ചായയൊക്കെ നിർത്തും, ഈ പറയുന്ന എല്ലാ ഈ ജങ്ക് ഫുഡ്സും നിർത്തും. ചില പ്രത്യേക ഭക്ഷണങ്ങൾ മാത്രമാണ് നമ്മൾ 3 നേരം കഴിക്കുന്നത്. വൈകുന്നേരത്തെ ഭക്ഷണം നമ്മൾ നേരത്തെ ഒരു 6 മണി 7 മണി ആകുമ്പോഴത്തേക്ക് നിർത്തും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഈ അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ടി ബാങ്കിൽ വലിയ ബാലൻസ് നിക്ഷേപിക്കാറുണ്ട്. വലിയ മുന്തിയ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കാൻ വിടാറുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും അവരുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ കോൺഷ്യസ് ആകാറില്ല. നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ്സ് എല്ലാം, നമുക്കൊക്കെ പ്രോസസ്ഡ് ഫുഡ്സ് എല്ലാം മാലിന്യങ്ങളാണ്. ഇതൊക്കെ ഇപ്പോൾ കുട്ടികളായതുകൊണ്ട് അവരുടെ ശരീരത്തിന് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. പക്ഷേ ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഇതൊക്കെ ശരീരത്തിന് ഓരോരോ രോഗാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഇതൊക്കെ ലിവറും കിഡ്നിയിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് ഭാവിയിലുണ്ടാകും. അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു മാസമെങ്കിലും നമ്മളൊന്ന് ബോഡിയുടെ പ്യൂരിഫിക്കേഷന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ആഹാരം മാത്രമല്ല, ബോഡിക്ക് അതിൻ്റെ ഒരു സാവകാശം കൊടുക്കണം. ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കി ചില ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ബോഡിയെ ഒന്ന് ആയാസം കൊണ്ടുവന്നിട്ട് അത് അതിൻ്റെ കാര്യങ്ങൾ ഈ പറയുന്ന ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ലിവറും കിഡ്നിയും ഒക്കെ പ്യൂരിഫൈഡ് ആകും. കൊച്ചുകുട്ടികളാകുമ്പം ഇവരെ ഈ പറയുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. നമ്മളൊക്കെ അതിനോട് എന്തെങ്കിലുമൊക്കെ ആയുർവേദ മരുന്നായിട്ടല്ല, ഒരു പ്യൂരിഫിക്കേഷൻ, ഒരു റിജുവിനേഷൻ പ്രോസസ്സിന് വേണ്ടി ചില ആയുർവേദ മരുന്നുകളും കഴിക്കാറുണ്ട്. ഞാൻ സാധാരണ ഈ കഴിക്കുന്ന രാവിലെ, ഞാനും ചിത്രം ഇപ്പം കഴിക്കുന്നത് നമ്മൾ മില്ലറ്റ്സിൻ്റെ കഞ്ഞി രാവിലെ വയ്ക്കും. മില്ലറ്റ്സിൻ്റെ കഞ്ഞി, ഈ മില്ലറ്റ്സിൻ്റെ കഞ്ഞി പലതരത്തിലുള്ള മില്ലറ്റ്സ് കിട്ടാറുണ്ട്. പക്ഷേ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു മില്ലറ്റ്സ് എടുത്ത് 8 മണിക്കൂറോളം തലേദിവസം വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് കഞ്ഞി രൂപത്തിൽ കഴിക്കാൻ പറ്റും. അതിനകത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓട്സ് കഴിക്കും. പിന്നെ കുറച്ച് നട്ട്സ് നമ്മൾ ഉൾപ്പെടുത്തും. ഇപ്പം ഇതിനകത്ത് ഇത് വാൾനട്ടാണ്, പിന്നെ കുറച്ച് ഫ്ലാക്സ് സീഡ്, കുറച്ച് നട്ട്സ്, പിന്നെ മുളപ്പിച്ച പയറ്, ആപ്പിള്, ഓറഞ്ച്, അങ്ങനെ ഏതെങ്കിലും ഫ്രൂട്ട്സ്, പിന്നെ ചെറിയ ഏത്തക്കയുടെ പകുതി. പിന്നെ പ്രധാനമായിട്ടും ഈ കുമ്പളങ്ങ ജ്യൂസാണ്. സത്യത്തിൽ ഈ കുമ്പളങ്ങ ജ്യൂസ് രാവിലെ വെറും വയറ്റിലാണ് സാധനം കഴിക്കാറുള്ളത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കുമ്പളങ്ങ ജ്യൂസ് കൊണ്ടുവന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഈ വാൾനട്ടും മറ്റ് നട്ട്സും ഒക്കെ മേടിക്കുന്നതിന് എന്തുമാത്രം പൈസയാണ്, പണക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ പലരും പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ഫ്രൈഡ് ചിക്കൻ ഒരു ഫാമിലിക്ക് വേണ്ടി വാങ്ങുന്ന സമയത്ത് എന്തുമാത്രം പൈസ, 1000 രൂപയ്ക്ക് അടുത്ത് ചിലവാക്കും. മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു കുപ്പിക്ക് ചിലവാകും 1000 രൂപയ്ക്ക് അടുത്ത് ചിലവാകും. പക്ഷേ ഇതൊക്കെ വാങ്ങിയാലേ, ഇപ്പോൾ വാൾനട്ടൊക്കെ 2-3 പീസ് മാത്രമേ കഴിക്കാൻ പറ്റൂ. മറ്റേത് നട്ട്സ് ആയാലും വളരെ, ഇപ്പോൾ ബദാം ആണെങ്കിൽ 2-3 കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം ചെറുത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം ഈ പറയുന്ന ഒരു ഫ്രൈഡ് ചിക്കനോ അല്ലെങ്കിൽ ഒരു കുപ്പിക്കോ ചിലവാക്കുന്ന പൈസ നമുക്ക് ഒരു മാസം റൺ ചെയ്യാനുള്ള അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ നട്ട്സും ഈ പറയുന്ന ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ ഒരു കർക്കിടക മാസത്തിൻ്റെ രീതി എന്ന് പറയുന്നത്, രാവിലെ കുളിച്ച് ഈ പറയുന്ന ആയുർവേദ മെഡിസിൻസ് ആണെങ്കിൽ അത് കുറച്ച് കഴിച്ചിട്ട് ഈ പറയുന്ന ഈ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ദിവസം തുടങ്ങും. ഈ മില്ലറ്റ്സ് എപ്പോഴും രാവിലെയും വൈകുന്നേരം കഴിക്കുന്നതാണ് നല്ലത്. ഉച്ചയ്ക്ക് മറ്റൊരു രീതിയിലുള്ള ഭക്ഷണമാണ്, അത് മറ്റൊരു വീഡിയോ ഞാൻ പറയാം. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, നമ്മുടെ കുട്ടികളെ അമിതമായിട്ട് സ്നേഹിക്കുന്നത്, അവർ ചോദിക്കുന്ന ആഹാരം എപ്പോഴും വാങ്ങിക്കൊടുത്തോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വലിയ സമ്പാദ്യം ഇട്ടോ അല്ലെങ്കിൽ അവരെ മുന്തിയ സ്കൂളിൽ ചേർത്തോ അല്ല, അവരുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലും അഭിരാമി നോക്കുന്നതുണ്ടോ? അഭിരാമിക്ക് ഈ ഫുഡിൻ്റെ കാര്യം ഇപ്പോഴും വലിയ എക്സ്പ്രഷനാണ്. അതൊന്നും സാരമില്ല. ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധപൂർവ്വം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം, അത് അവരുടെ നല്ല തന്നെയാണ്. ഇപ്പം ഇവർ കഴിക്കുന്ന ആഹാരമാണ് ഭാവിയിൽ ഇവർ എത്ര കാലം ആരോഗ്യത്തോടെ ജീവിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവ്. ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരുപക്ഷെ ഇങ്ങനെ നല്ല ഭക്ഷണം തന്നുകൊണ്ടായിരിക്കും ഇപ്പം ഈ ഒരു ഏജിലും എനിക്ക് ഇത്ര യൂത്ത്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്നതും അസുഖമൊന്നുമില്ല നിൽക്കാൻ പറ്റുന്നതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ തന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കർക്കിടക മാസം ഏറ്റവും നല്ല സമയമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, ഈ പറഞ്ഞ ജീവിതത്തിലെ ഈ ചിട്ടയില്ലാതെ കുത്തഴിഞ്ഞ് ജീവിതം നയിക്കുന്ന ആർക്കും ഇത് ഉപകരിക്കും, ഈ പ്രത്യേകിച്ച് മദ്യപാനികൾ. അപ്പോൾ ഈ മദ്യപാനത്തിൻ്റെ വലിയ പ്രശ്നം, ഇത് കരളും കിഡ്നിയും ഒക്കെ ഒരുപാട് കണ്ടാമിനേറ്റ് ആകും ഈ മാലിന്യങ്ങൾ കൊണ്ട്. ഈ ഒരു മാസം നമ്മൾ ഒന്ന് പ്യൂരിഫിക്കേഷനിലേക്ക് പോകണം, ഒന്നെല്ലാം നിർത്തി നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ബോഡിക്ക് അതിൻ്റെതായ ഒരു സാവകാശം കിട്ടും അതിനെ പ്യൂരിഫൈ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. ഇത് നല്ലൊരു സമയമാണ്, മഴക്കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രകൃതിയെല്ലാം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ്. വെറുതെ ആയുസ് മരുന്ന് കൊണ്ടും ഓപ്പറേഷൻ കൊണ്ടും മാത്രം കിട്ടാതെ
നമ്മൾ ഈ പറയുന്ന ഹെൽത്തി ആയിട്ട് നമുക്ക് മുമ്പോട്ട് നടക്കാൻ പറ്റും. വെറുതെ ഒരു ബ്ലോക്ക് വഴിയെ പോലെ ഏതെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ് ഏതെങ്കിലും മരുന്ന് കഴിച്ച് വീട്ടിൽ ഇരിക്കാതെ ഇതൊന്ന് ചെയ്തു നോക്കാമെങ്കിൽ നമുക്ക് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ.